അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രുതി. ഞാൻ അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്ക ഇടവകമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഞാനൊരു നേഴ്സാണ്. ഞാനൊരു നേഴ്സാന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഹെഡ്ലൈൻ എനിക്ക് തന്നത് അമ്മ മാതാവും ഈശോയും കൂടെ തന്നെയാണെന്ന് ഞാൻ 100% ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം 18 വയസ്സിൽ ഞാൻ വിവാഹിതയായി. ഒരു നേഴ്സാവണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. 18 വയസ്സിൽ വിവാഹം കഴിഞ്ഞോടുകൂടി ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നം ഞാൻ അവിടെ വെച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഒരു നീണ്ട 13 വർഷത്തിന് ശേഷം എൻ്റെ അനിയത്തി വഴിയായിട്ട് നിനക്ക് നഴ്സിംഗ് ഇഷ്ടമായിരുന്നല്ലോ, നഴ്സിംഗ് ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് അവൾ പറഞ്ഞത് കേട്ട് നഴ്സിംഗ് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്കും നഴ്സിംഗൊക്കെ തുടങ്ങി 1 മാസമൊക്കെ കഴിഞ്ഞു. ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി എറണാകുളം വരെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ അഡ്മിഷൻ കിട്ടുമെന്ന് ശ്രമിച്ചു, കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് എടപ്പള്ളിയിൽ ഒരു സിസ്റ്റർ വഴിയായിട്ട് മരടിൽ PS മിഷൻ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. 13 വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പിന്നെ അന്നത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രെസ്ഫുള്ളായിരുന്നു. എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ മാതാവിലും ഈശോയിലും വിശ്വസിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പഠിക്കുന്നത്. പൈസയുടെ കാര്യത്തിലായാലും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സപ്ലി പോലും ഇല്ലാതെ മാതാവിനെ നീ ജയിപ്പിച്ചേക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അമ്മ മാതാവും ഈശോയും ഒരു സപ്ലി പോലും ഇല്ലാണ്ട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ 35ാമത്തെ വയസ്സിൽ എനിക്ക് നേഴ്സാവാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നു. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യം. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കാലുവേദന ഉണ്ടായിരുന്നു. ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോൾ തുടങ്ങി ഒരു 4 വർഷത്തോളം എനിക്കൊരു കാലുവേദന ഉണ്ടായിരുന്നു. കാലുവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പുറ്റിയുടെ മുകളിലത്തെ എല്ല് ഒടിഞ്ഞു പോകുന്നൊരു വേദനയായിരുന്നു എനിക്ക്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. ഒരു 10 മിനിറ്റ് പോലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു വേദനയായിരുന്നു. ഞാൻ മെഡിസിനൊന്നും എടുത്തിട്ടില്ല, ഡോക്ടേഴ്സിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്താണ് അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇതിനു മുന്നേ റാലിക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ആ റാലിക്ക് കൂടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടൊരു കൊന്ത ഉണ്ടാകുമായിരുന്നു. റാലിയുടെ തലേ ദിവസം ഈ കൊന്ത നഷ്ടപ്പെട്ടു. എന്നിട്ടും ഞാൻ വരില്ല എന്ന് ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ വരും എന്നുള്ള ഉറച്ച വാശിയിലൂടെ ഞാൻ റാലിക്ക് വന്നു. റാലിക്ക് ഇവിടെ വന്ന് ബസ് ഇറങ്ങി ഒരു 2 അടി വെച്ചപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കാലുവേദന തുടങ്ങി. ഞാൻ നേരെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ എൻ്റെ കൊന്ത നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പകുതി ജീവൻ ഇപ്പം തന്നെ എനിക്കില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടു നടന്ന കൊന്ത എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ റാലിയും കൂടെ എനിക്ക് നീ പൂർത്തിയാക്കാണ്ട് എൻ്റെ അടുത്ത് ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് റാലിയിൽ എന്തായാലും പൂർത്തിയാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ റാലിക്ക് ഇറങ്ങി. ആ ഒരു വേദന ഈ നിമിഷം വരെ എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതിന് അമ്മ മാതാവിനും ഈശോയോടും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയാനായിട്ട്, എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി ഫുള്ളും പ്രൈവറ്റ് പാർട്സിൽ, ബ്രസ്റ്റിൻ്റെ അവിടെ, കക്ഷത്തിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു. ഞാനൊരു 3 മാസത്തോളം പല ഡോക്ടേഴ്സിനെ കണ്ടു, പല മെഡിസിൻസ് കഴിച്ചു. എനിക്ക് 3 മാസം കണ്ടിന്യൂസ് എനിക്കൊന്നും ആൻറ്റിബയോട്ടിക് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് മാറാതിരുന്ന ഒരു ദിവസം രാത്രി കലശലായിരുന്നു എനിക്ക് ചൊറിച്ചിൽ. ഞാൻ രാത്രി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞാനൊരു ചൂടുവെള്ളത്തിൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് അതിലൊരു 3 തുള്ളി ഉടമ്പടി തൈലം ഒഴിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുളിച്ചു. ആ ഒരു കുളിയോടുകൂടി എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു. പിന്നീട് എൻ്റെ അലർജി എപ്പം മാറിപ്പോയി, എങ്ങനെ മാറിപ്പോയി എന്നൊന്നും എനിക്കറിയില്ല. ഒരു മെഡിസിനും ഞാൻ എടുത്തിട്ടില്ല. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ വീട്ടിൽ സ്വർണം കാണാതെയായിരുന്നു. എൻ്റെ അനീതിയുടെ സ്വർണം എവിടെ പോയിന്ന് ആർക്കും ഒരു പിടിയില്ല, എങ്ങനെ പോയിന്ന് പിടിയില്ല. ഞാൻ എന്നിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, മതിലിൻ്റെ സൈഡിൽ, അത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലൊരു മതിലുണ്ട്, ആ മതിലിൻ്റെ അപ്പുറത്തൊരു പറമ്പാണ്, അവിടെ പോയി നോക്ക് എന്നിങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വീടിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ സ്വർണ്ണമാണ്, അവൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്, വെക്കേഷന് വേണ്ടി വീട്ടിൽ വന്നതാണ്. എൻ്റെ കയ്യിൽ നിന്നായിട്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം തന്നെയായിരുന്നു. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എനിക്ക് മാതാവ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിക്കുകയായിരുന്നു, നീ അവിടെ പോയി നോക്ക് എന്ന്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് മാതാവും ഈശോയും വഴി കിട്ടിക്കുന്ന സാക്ഷ്യങ്ങൾ.
എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പത്രം വിതരണം ചെയ്യണമല്ലോ എന്നുള്ളൊരു വിചാരത്തോടു കൂടി സ്കൂളിൽ പഠിക്കും പിള്ളേരുടെ കയ്യിലൊക്കെ ഞാൻ കൊടുത്തു വിടായിരുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്, അവരുടെ കയ്യിൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സിനും കൂട്ടുകാർക്കും കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു വിടാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പത്രം ഇങ്ങനെയല്ല കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. പിന്നത്തെ മാസങ്ങളിൽ ഞാൻ പത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ വചനങ്ങൾ എഴുതി ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ആ ഏരിയയിൽ ഞാൻ കൊടുക്കത്തില്ല. കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ചിലപ്പോൾ വെയിലത്തൊക്കെ നടന്ന് ഞാൻ പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. പലവരും എന്നെ വിളിച്ചിരുത്തി ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ഇതുള്ളതാണോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്തൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഞാൻ അവരുടെ അടുത്ത് ചിലപ്പോൾ 10-15 മിനിറ്റ് വെയിലത്ത് നിന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി ആയിട്ടില്ല എങ്കിൽ പോലും എൻ്റെ മുന്നിൽ ഒരാൾ എന്തെങ്കിലും ചിലപ്പോൾ പൈസയായിട്ടായിരിക്കില്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനായിട്ടായിരിക്കും, എന്തെങ്കിലും അങ്ങനെ എൻ്റെ മുന്നിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ വെറും കൈയോടെ ഞാൻ പറഞ്ഞു വിടാറില്ല. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. പഠിക്കുന്ന സമയത്തായാലും എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. മറ്റുള്ളവർ ഇപ്പോൾ നഴ്സിംഗ് പഠിച്ച സമയത്താണെങ്കിൽ ട്രെയിനിങ് പീരീഡിൽ ഹോസ്പിറ്റലിൽ പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഒരു വീട്ടുകാരുടെ അടുത്ത് ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് കെയറിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഫഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതേ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ അവരോട് ഞാൻ പെരുമാറാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി പള്ളി പോവാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം പള്ളി പോകാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയ പിന്നെ ഈ 2025 ഉടമ്പടി പുതുക്കിയ പിന്നെ എല്ലാ ദിവസവും പള്ളി പോകണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. ഒരു ദിവസം പോലും കുർബാന മുടക്കാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഡെയിലി പ്രാർത്ഥന ചൊല്ലും, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. വാട്സപ്പിലും അല്ലാണ്ടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബൈബിൾ വായിക്കും. അത് അരമണിക്കൂറൊന്നുമില്ല, എനിക്ക് എപ്പോഴൊക്കെ ബൈബിൾ വായിക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ ഞാൻ എനിക്ക് ആദ്യമൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ അടുത്തൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. ഭയങ്കര ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്താ എന്നോട് മിണ്ടാത്തതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അവരുടെ വഴക്കൊക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ ഈശോയോടും മാതാവിനോടും കൂടെയാണ്. എനിക്കിപ്പോൾ സ്ഥിരം എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കില്ല. പക്ഷെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ സംസാരിക്കുന്നത് മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്താണ്. ഒരു ദിവസം പോലും അവരുടെ അടുത്ത് സംസാരിക്കാണ്ടോ ഞാൻ കിടന്നുറങ്ങാറില്ല. ഈശോ എന്നോട് പറയുന്നതും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ അത് ഉച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ ആയിരിക്കും. ഈശോയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അത് ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. മുമ്പോട്ടുമുള്ള ജീവിതവും ഉടമ്പടി പ്രകാരം വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ മുന്നോട്ട് എൻ്റെ മരണം വരെ ഞാൻ ജീവിക്കുമെന്നും ഞാൻ ഈശോയ്ക്ക് ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. യെശയ്യാ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ശ്രുതി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ ആത്മീയ ബോധ്യങ്ങളെയും ജീവിത നവീകരണ രീതികളെയും ദൈവാനുഭവങ്ങളെയും നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൂചിപ്പിച്ചത് വിവാഹശേഷം 13 വർഷത്തിന് ശേഷം മകൾക്ക് നഴ്സിംഗ് പഠനത്തിലേക്കുള്ള വാതിൽ തുറന്നതിനെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൺമുമ്പിൽ വർഷങ്ങൾ ഒരു നിമിഷങ്ങൾ പോലെയുള്ളൂവെന്ന വചനപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ശുദ്ധമായൊരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അനുവദിച്ച് തരുന്ന വിധത്തിലും നമ്മളെ അതിലേക്ക് നയിക്കും വിധവും ദൈവം പദ്ധതികൾ ഒരുക്കുമെന്നും നമുക്കറിയാം. അതിൻ്റെ നല്ലൊരു സാക്ഷ്യമാണ് മകളുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അത് കുഞ്ഞുനാളുള്ള ആഗ്രഹം നേഴ്സാകണം, 18 വയസ്സിൽ വിവാഹം നടന്നതുകൊണ്ട് അത് ഏതാണ്ട് പൂർണ്ണമായി ഉപേക്ഷിച്ച വിഷയം. എന്നാൽ 13 വർഷത്തിന് ശേഷം അതിനുള്ളൊരു വാതിൽ തുറക്കുകയും അത് ഒരു വിഷയം പോലും ഒരിക്കൽ പോലും പരാജയപ്പെടാതെ നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് മകളെ സഹായിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പില്ല.
നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്ന ഒരു നിയോഗത്തിന് ദൈവത്തിൻ്റെ സമയത്തിൽ അത് കൃത്യമായ ഫലം പുറപ്പെടുവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കഴിവിനെക്കുറിച്ചോ നമ്മുടെ പരിമിതികളെക്കുറിച്ചോ ദൈവസന്നിധിയിൽ ആവലാതിപ്പെടേണ്ടതില്ല. നമ്മുടെ സാധ്യതകളെക്കുറിച്ചോ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചോ ദൈവസന്നിധിയിൽ നിരന്തരം സങ്കടപ്പെട്ട് നിരാശപ്പെടേണ്ടതുമില്ല. ജീവിതത്തെ ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ സമർപ്പിതരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം അവൻ്റെ വഴികളും അവൻ്റെ നന്മകളും നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഒരുക്കുന്നത് നമുക്ക് കാണാനാവും. അതിന് ഉദാഹരണമായി തന്നെ മറ്റൊരു സാക്ഷ്യം സൂചിപ്പിച്ചത്, അവൾ കാലുകൊണ്ട് നടക്കുവാൻ പ്രയാസമുണ്ട്, ഉപ്പുറ്റിയിൽ സാരമായ വേദനയും അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. എങ്കിലും അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കണം, 14 കിലോമീറ്ററുള്ള ഈ റാലിയിൽ പങ്കുചേരണമെന്ന ആഗ്രഹത്തോടു കൂടി മകൾ വരുന്നതും ആദ്യ ചുവടുകൾ വയ്ക്കുമ്പോൾ തന്നെ വീണ്ടും മകൾക്ക് സ്ഥിരമായുള്ള അതേ വേദന ആരംഭിച്ച് മുന്നോട്ട് പോകുവാനാകുമോ എന്നറിയാതെ വിഷമിച്ചതിനെക്കുറിച്ചുമാണ്. അത് അവരുടെ പരിമിതിയാണ്, രോഗാവസ്ഥയാണ്, ക്ലേശമാണ്. എന്നാൽ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ വിഷയത്തെ പോലും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾക്കോ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കോ മാറ്റം വരുന്നത് അനുഭവിക്കുവാനാവും. അതിനെയാണ് മകൾ സൂചിപ്പിച്ചത്. ഇവിടുന്ന് അവിടം വരെയും അമ്മ കൈകളിൽ എന്നതുപോലെ കൊണ്ടു നടന്ന് ആ ജപമാല റാലി പൂർത്തീകരിച്ചെടുക്കുവാൻ സഹായിച്ചുവെന്ന്. അമ്മയ്ക്ക് നിമിഷങ്ങൾ മതി ഒരു അനുഗ്രഹം നമുക്ക് നൽകുവാൻ. മകൾ അതിനെയാണ് സൂചിപ്പിച്ചത്. എനിക്ക് അലർജിയുടെ ശക്തമായ അസുഖങ്ങളുണ്ടായിരുന്നു, അതേറെ വർഷങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നവുമാണ്. എന്നാൽ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് ഒന്ന് കുളിച്ചതിന് ശേഷം പിന്നീട് ഇന്ന് വരെയും എനിക്കതിൻ്റെ പ്രശ്നങ്ങളില്ല. പ്രിയമുള്ളവരെ, ഉടമ്പടി ഉറപ്പായും ദൈവിക വാഗ്ദാനങ്ങൾ അപ്പോൾ നമുക്ക് കൈമാറി തരുവാൻ ശക്തിയുള്ള സ്രോതസ്സാണ്. ആ ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തതയുള്ള ബന്ധമാണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ് നമുക്കത് വേഗത്തിൽ സാധിക്കുന്നത്. ഈ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞു തീർക്കുമ്പോൾ ശ്രുതി പറയുന്നത് അതാണ്. ഈശോയോട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്, ഈശോ പറയുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മകൾ പറയുന്നത്, എൻ്റെ വീട്ടിലിങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറയുന്നുണ്ട്, മതിലിനരികിൽ പോയി നോക്കുന്ന. അത് തോന്നലായിട്ട് അല്ലാത്തവർക്കെടുക്കാം. എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ പോകുന്നു, അതിൽ കൂടെ കടന്നുപോയൊരു വിഷയമായിട്ട് എടുക്കാം. പക്ഷെ ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവർക്ക് ദൈവികമായ സന്ദേശമാണത്. മകൾ പറയുന്നുണ്ട്, ഞാൻ ചെല്ലുന്നിടത്ത് ഒരു പേപ്പറിൽ പൊതിനവിടെ സ്വർണം കിടപ്പുണ്ട്. സന്ദേശങ്ങൾ എപ്പോഴും അത് ഉടമ്പടി നിയോഗം അനുഗ്രഹമാകുവാനുള്ള വഴികൾ കൂടിയാണ്. അതുകൊണ്ടാണ് മകൾ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിനും ദൈവികമായ കയ്യൊപ്പോടുകൂടി അത് അനുഗ്രഹത്തിൻ്റെ തുടർച്ചകളായി നമുക്ക് കാണാനാവുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിൽ ഒരു നിബന്ധന പറയുമ്പോൾ, ഒരു കാര്യം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുമ്പോൾ അത് ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നവരാണോ? അതാണ് മകൾ പറയുന്നത്. അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അരമണിക്കൂർ നോക്കിയല്ല, എപ്പോഴൊക്കെ എനിക്ക് ഇത്തിരി സമയം കിട്ടുമോ, എപ്പോഴൊക്കെ ഒന്ന് ബൈബിൾ തുറക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നുമോ അപ്പോഴൊക്കെ ഞാനെടുത്തത് വായിക്കും. കാരണം അത് എന്നോട് പറഞ്ഞിരിക്കുന്ന നിബന്ധന കൊണ്ടല്ല, മറിച്ച് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അതാണ് ഉടമ്പടിയിൽ നമുക്ക് വരേണ്ട വളർച്ച എന്നത്. ഉടമ്പടിയുടെ ഓരോ കാര്യവും ഒരു പാപം ചെയ്യില്ലെന്ന് തീരുമാനിക്കുന്നത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നത് കൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് ഉടമ്പടിയിൽ അരമണിക്കൂർ പറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന ഏറ്റവും വ്യക്തമായൊരു വഴിയാണത്. അതിൽ നിന്ന് എത്ര കണ്ട് എനിക്ക് അടുത്തിരിക്കുവാൻ, എൻ്റെ കർത്താവിന് അടുത്തിരിക്കുവാൻ സാധിക്കുമോ, ഞാൻ അതുകൊണ്ട് ആ വചനപുസ്തകവുമായി അടുത്തിരിക്കുമെന്ന. ഇത് ഉടമ്പടിയിലൂടെ ഈ ഒരു വളർച്ചയിലേക്ക് നാം മാറുമ്പോഴാണ് നമുക്ക് കൃപകൾ നിറയുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടി ജീവിക്കുന്നവരാവും. ഈ കാര്യവും അനുഗ്രഹവും കൃപയും തമ്മിലുള്ള വ്യത്യാസം, കൃപ നമുക്ക് നിലനിൽക്കുന്നതാണ്, ദൈവവുമായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ബന്ധം അത് നിലനിൽക്കുന്നതാണ്, ഈശോ തരുന്ന സമാധാനം അത് നിലനിൽക്കുന്നതാണ്, ഈശോ തരുന്ന പ്രത്യാശ അത് നിലനിൽക്കുന്നതാണ്. നമുക്ക് ഉടമ്പടിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കർത്താവേ, നിലനിൽക്കുന്നത് നീ എനിക്കെപ്പോഴും തന്നുകൊണ്ടിരിക്കണമേ, കൃപ നീ എപ്പോഴും എനിക്ക് തന്നുകൊണ്ടിരിക്കണമേ. എന്നോട് പറയപ്പെട്ടിരിക്കുന്നത് കൊണ്ടല്ല,
മറിച്ച് ഞാൻ വളരെ സമർപ്പണമുള്ള മനസ്സോടുകൂടി നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യവും ആ പറഞ്ഞതിലധികം എത്രത്തോളം ആകാമോ അത്രയധികം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ നിൻ്റെ അരികിൽ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ പറ്റണം. ഇനി ചില കുറവുകൾ നമ്മൾ തന്നെ ഉടമ്പടി ജീവിതത്തിൽ കണ്ടെത്തും. അത് സഹോദരി സൂചിപ്പിച്ചു. ആദ്യം ഈ പത്രമൊക്കെ എങ്ങനെ കൊടുക്കും? പിള്ളേരുടെ കയ്യിൽ കൊടുത്തുവിട്ട് സ്കൂളിലെ കൂട്ടുകാർക്കും കന്യാസ്ത്രീ അമ്മമാർക്കും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു വിട്ടു. പക്ഷെ പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ക്ലാരിറ്റി കിട്ടി. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യുന്നതിലല്ല, ഓരോ കാര്യവും അതർഹിക്കുന്ന വിശുദ്ധിയോടും അതർഹിക്കുന്ന പ്രാധാന്യത്തോടും അതർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുമെന്ന പ്രത്യാശയോടും കൂടി ചെയ്യുമ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുന്നത്. അതിനുശേഷം ഒരു പത്രം കൊടുക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. ഒരു പത്രം കൊടുക്കുമ്പോൾ അത് വായിക്കുന്നവർക്ക് അനുഗ്രഹമാകണം എന്ന ദൈവനാമത്തെ വിളിച്ചുകൊണ്ട് അത് കൈമാറുവാനുള്ള ഒരു തീഷ്ണത ഉള്ളിൽ വരുന്നുണ്ട്. ഇത് ഉടമ്പടിയുടെ വളർച്ചയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഈ ഒരു ആത്മീയ വളർച്ചയിലൂടെ കൃപയിൽ നിറയുവാനുള്ള ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വാഭാവികമായും ജീവിതം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ അമ്മ മാതാവും ഈശോയും അനുഗ്രഹങ്ങൾ അതിനൊപ്പം നൽകിക്കൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.